ഗൈസ്, ഭയങ്കര ക്ഷീണമായി ഇപ്പോൾ കിടന്നു. എന്ത് രസമാണെന്ന് അറിയുള്ളൂ ഇങ്ങനെ നടക്കാനായിട്ട്. പക്ഷേ വ്യൂ അടിച്ചെടുത്ത് കിടന്നു ഇങ്ങനെ കിടന്നു കഴിഞ്ഞാണ്ടല്ലോ, അത് റൂമൊന്നും വേണ്ട, നല്ല കാറ്റും അടിപൊളി കാറ്റ്, സ്വർഗം പോലത്തെ സ്ഥലം. അവിടെ ഒരു സ്വർഗം പോലത്തെ ഒരു വീട്. ഇതൊക്കെ ശരിക്കും നമ്മുടെ സ്വപ്നങ്ങൾ മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഊട്ടിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടി അതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഇത് കാണിച്ചത്. സെറ്റല്ലേ? ഓ സ്വർഗം. വാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇത് കണ്ട ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്ര ഗ്യാരണ്ടി ഞാൻ പറയാം. ജസ്റ്റ് പൊളി പ്രോപ്പർട്ടി, ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതല്ല, വേർഡ്സ് ഇല്ല, എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. കിടിലൻ പ്രോപ്പർട്ടി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് കണ്ടാലോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പ്രോപ്പർട്ടിയുടെ ഇൻസൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യത്തിൽ ഞാൻ അത്ര എക്സൈറ്റഡ് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഞെട്ടും, അങ്ങനത്തെ ആംബിയൻസ് ആണ് ഈ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നമ്മൾ കാണുന്നൊരു വ്യൂ ഇതാട്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല ഓപ്പൺ സ്പേസിൽ അടിപൊളി കാറ്റ്. ഒന്നും പറയാനില്ല, എനിക്ക് ഈ ഒന്നും പറയാനില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നത്. ഇത് ഇവിടുത്തെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ. ഈ ക്യാമ്പ് ഫയറിനൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴൊരു വൈബ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതായത് ഈ ഒരു ക്യാമ്പ് ഫയർ ഇട്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, നമ്മൾ ലൈഫ് ടൈമിൽ മറക്കത്തില്ല. ഇപ്പോൾ ഈ പ്രോപ്പർട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഊട്ടിയിൽ നിന്ന് 25 കിലോമീറ്റർ നിങ്ങൾ വരണം. കൊത്തഗിരി റൂട്ടിലാണ്. പക്ഷേ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വരെ എത്തുന്ന വഴി, ഇവിടുത്തെ ഒരു ദിവസം സ്റ്റേ, ഇത് മാത്രം മതിയാവും നിങ്ങൾക്ക് ഈ ഊട്ടി ട്രിപ്പ് ഒരിക്കലും മറക്കാണ്ടിരിക്കാൻ. നിങ്ങൾ വേറെ ഒരു സ്ഥലവും കാണാൻ പോകണ്ട, സൈറ്റ് സീയിങ്ങിനും പോകണ്ട. അത്ര അടിപൊളി ആംബിയൻസ് ഉള്ള പ്രോപ്പർട്ടിയാണ്. ഇവിടെ ക്യാമ്പിങ് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ടെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫുൾ സേഫ്റ്റി കാര്യങ്ങൾ, ഫെൻസിങ് എല്ലാം. ഈ ഒരു ഊഞ്ഞാല്, പക്ഷേ ഊഞ്ഞാലെന്നിരിക്കി ഇതിൽ സെറ്റല്ലേ അല്ലേ? ഈ വ്യൂ ആസ്വദിച്ചിട്ട് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്താൽ മാത്രം മതി. നമ്മൾ വേറെ എവിടെയും പോണ്ട. കണ്ടോ, ഈ ഒരു ഹാമൊക്കെ ഉണ്ട്. ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് പ്രോപ്പർട്ടി. ഇവിടെ 2 ടെൻറ്റിനുള്ള ഫ്ലോർ അടിച്ചിട്ടുണ്ട്, ബേസ് അടിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ. പക്ക പ്രീമിയം ക്ലാസ്. നമുക്കൊരു 5 സ്റ്റാർ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുക. അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇവിടുത്തെ ഓരോ ഫേർണിച്ചർ ആയിക്കോട്ടെ, ഹുക്ക വരെ ഉണ്ട് ഇവിടെ. ഫസ്റ്റ് റൂം കാണിച്ചു തരട്ടെ ഞാൻ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. റൂമിൽ ഫാനുണ്ട്, നല്ല അടിപൊളി വുഡൻ സോഫ പോലത്തെ എന്താ പറയുക, കസേര, ബെഞ്ച്. ഇവിടെ ഒരു പഴയ ഒരു അലമാര കേട്ടോ. അതിനകത്ത് ഒരു ഹാൻഡിക് പീസ്, അതിനകത്തൊരു മിററുണ്ട്. ഇത് കണ്ടോ, അടിപൊളി ബാത്റൂമിന് ടോയ്ലറ്റീസ് കാര്യങ്ങൾ, എന്ത് ഈവൻ ഡ്രയർ വരെ ഉണ്ട്. ബാത്റൂമിനുള്ള മിറർ നമുക്ക് പക്ക ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെ ഷവർ ക്യൂബിക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. മൊത്തം 3 ബെഡ്റൂം ഉണ്ട് ഇവിടെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇതിവിടെ ഒരു കോമൺ ബാത്റൂമാണ്. ആ ബാത്റൂമിൽ പ്രോപ്പർ വർക്കിംഗ് ആയിട്ടുള്ളൊരു ബാത്ത് ടബ്, ഫുൾ സ്പേസ് കണ്ടില്ലേ, നല്ല വലിയ മിററുണ്ട്. ദെൻ ഇവരുടെ ഡീറ്റെയിലിംഗ് അതൊന്നും പറയാനില്ല. ഇതൊരു ട്വിൻ ബെഡ് വരുന്ന റൂമാട്ടോ. ഓക്കെ, എന്ത് വൃത്തിക്ക് അവർ ചെയ്തേക്കുന്നത്. ബെഡ് കാര്യങ്ങൾക്കാണെങ്കിലും
അത്രയും കംഫി ബെഡാട്ടോ, വെള്ളവും കാര്യങ്ങളും. ഇവിടുത്തെ കിച്ചൺ ഞാൻ ഇത്രയും വൃത്തി നമ്മൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ചൊരു കിച്ചൺ ഉണ്ടാവില്ല. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കിച്ചൺ വെച്ചേക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് കോഫിയോ അല്ലെങ്കിൽ വെള്ളം എന്തോ ഇട്ടോ പഴയ മറ്റേ പിച്ചളയുടെ പോലത്തെ ഒരു പാത്രം. പിന്നെ ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. കിടിലം പ്രോപ്പർട്ടി കേട്ടോ, അന്യായം പ്രോപ്പർട്ടി. അയ്യോ, മൊത്തത്തിലുള്ള ഒരു വ്യൂ കണ്ടില്ലേ. ഓക്കെ, നമുക്ക് ഇത് അത്യാവശ്യം പ്രീമിയം ആണ്, അത്യാവശ്യം നല്ല റേറ്റുള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന റേറ്റ് എത്രയാണെങ്കിലും അത് ഈ പ്രോപ്പർട്ടിക്ക് കൂടുതലാവില്ല. അത് ഇവിടെ നേരിട്ട് വന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയാം. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന എൻട്രൻസ്. ഇതടുത്ത് വേറെ പ്രോപ്പർട്ടി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഫുള്ള് നല്ല ക്ലിയർ സ്കൈ കാര്യങ്ങൾ. ഈ ഒരു വരാന്തയിൽ ഇരുന്നാൽ മതി ശരിക്കും. വെറുതെ അവിടെ ഇങ്ങനെ ചാരി കിടന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓഫ്, ഇവിടെ കണ്ടോ, ഇത് ആക്ച്വലി നമുക്ക് ഇരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ജസ്റ്റ് ഒരു വുഡ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ താഴെ കാണുന്നൊക്കെ മുന്തിരി കേട്ടോ, മുന്തിരി ചെടി വളർന്ന് പിടിക്കുന്നുള്ളൂ. ഈ ഒരു മരത്തിൻ്റെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കും അറിയോ. എനിക്ക് അത്രത്തോളം ഇഷ്ടമായി. അത്രയും വെൽ മെയിൻറ്റൈൻഡ്, പക്ക ഒരു 5 സ്റ്റാർ പ്രൈവറ്റ് വില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പുറത്തേക്ക് ഈ ഒരു വരാന്തയിൽ ചുമ്മാ ഇങ്ങനെ കാറ്റ് കൊണ്ട് കിടന്നു കഴിഞ്ഞാണ്ടല്ലോ ഹെവനായിരിക്കും, ഹെവൻ. നിങ്ങൾ നോക്കി ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാൻ ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇനി ചെടിയൊക്കെ വലുതാവണം. ഉത്തം പ്രോപ്പർട്ടി കേട്ടോ. ഇവിടെ ഒരു ബായിയാണ് മെയിൻ്റെനൻസിനുള്ളത്, പക്ക മെയിൻ്റെനൻസ്. പുള്ളി ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കംപ്ലീറ്റ് സേഫായിട്ട് നിങ്ങൾക്ക് താമസിക്കുക. ഇവിടെ ഒരു അടിപൊളി ബാർബിക്യൂ ഏരിയ. ഈ വ്യൂ ആസ്വദിച്ച് നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യാം. പിന്നെ ഈ കാണുന്ന ഇവരുടെ ഓൺ സ്പേസ് ആട്ടോ. ഇത് ആക്ച്വലി മുന്തിരി കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെടി വള്ളിച്ചെടി മുന്തിരിൻ്റെ വള്ളി വളർന്ന് പിടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് മുന്തിരിത്തോട്ടം എക്സ്പ്ലോർ ചെയ്യുക, വേണമെങ്കിൽ മുന്തിരി എടുത്ത് കഴിക്കുക. ഇത് കണ്ടോ, അടിപൊളിയല്ലേ പ്രോപ്പർട്ടി. भाई ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. भाई आपका नाम बोलो वीडियो में. मेरा नाम अजय. अजय, इधर गेस्ट आएगा तो अच्छे से देखेगा ना. हाँ, हम लोग अच्छा से देखते हैं. हाँ, पूरा फैमिली आएगा तो सेफ्टी है ना, पूरा पूरा सेफ्टी है. अതാണ്. जाने के टाइम में पूछते हैं सर कैसा लगा, अच्छा लगा कि नहीं लगा, और खाने पीने का अच्छा हुआ कि नहीं हुआ सर, पानी वगैरह नहाने धोने का अच्छा है कि नहीं, पूरा पूछ के वो अपना वीडियो बना के देते हैं हम लोगों को. फिर बट अच्छा भैया, कोई वेट्स नहीं है बोलने के लिए. നോക്കിയേ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ. ഇത് ഓൾമോസ്റ്റ് നല്ല ഔട്ടറാണ്. നമ്മൾ 23 കിലോമീറ്റർ നമ്മൾ വരണം. പക്ഷേ ആ 23 കിലോമീറ്റർ നമ്മൾ വരുന്നതിന് മുതലല്ലടാ അല്ലേ. നിങ്ങൾ വേറെ എവിടെ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ വേറെ എവിടെയും വേണ്ട, ഈ പ്രോപ്പർട്ടി വരെയുള്ള ആ ഒരു ഡ്രൈവും ഈ പ്രോപ്പർട്ടിയിൽ സ്റ്റേയും അല്ലേ, അത് മതി ആ ട്രിപ്പ് അടിപൊളിയാക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് എന്ന് പറയുമ്പോൾ ഇതാട്ടോ. ഈ ഒരു ഹാമക്കിൽ കിടന്നു കഴിഞ്ഞാൽ അന്യായം എന്ന് പറയാം. ഇനിയിപ്പോൾ ഇവൻ ഈ ഒരു ടെൻ്റ് ആയിക്കോട്ടെ, മോർണിംഗ് എണീക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ഇത് കണ്ടില്ലേ, ക്ലിയർ സ്കൈ, ഒരു 360 സ്കൈ വ്യൂ കിട്ടും നമുക്ക് ഇവിടെ നിന്ന്. കണ്ടോ, അടിപൊളി പ്രോപ്പർട്ടി ആട്ടോ. പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡല്ല, ഒരു സൈഡാട്ടോ. ഇവിടെയും ആക്ച്വലി നമുക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ഉണ്ട്, ബൊഫേ കൗണ്ടർ ആട്ടോ. അതൊക്കെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് വാഷ് വരുന്നുണ്ട്. നമുക്ക് എത്ര വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. മേലേക്കൊക്കെ നല്ല വ്യൂ ആണേ. ഇവിടെ വാട്ടർ ടാങ്ക് വരുന്നുണ്ട്. ഫുൾ ഫെൻസിങ് സേഫ്റ്റി ആട്ടോ. ഇനി ഇവിടെ 2 ടെൻറ്റും കൂടി പറ്റും. സുഖമായിട്ട് നമുക്ക് 15 പേര് 16 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാം. അത്ര ഏരിയ ഉണ്ട്. ഇവിടുത്തെ ആംബിയൻസാണ് അന്യായം. ഈ ഒരു ബോഗൺവില്ല കണ്ടോ, എന്ത് രസമാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഈ ഹാമക്ക് തന്നെ. ചുമ്മാ കിടന്നാൽ തന്നെ അടിപൊളിയാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു 10-15 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീൻ്റെ അത്ര ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇല്ല.
ലൈക്ക് എനിക്ക് പേഴ്സണലി അറിയുന്ന പ്രോപ്പർട്ടീസിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും കിടിലൻ പ്രോപ്പർട്ടിയാണത്, ഒന്നും പറയാനില്ല. ഇത് ബുക്ക് ചെയ്യാൻ വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോന് എൻഡിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര അടിപൊളിയാണ്, സ്വർഗ്ഗമാണ് ഈ പ്രോപ്പർട്ടി. അത്രയും ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. എനിക്കത് പറഞ്ഞിട്ട് നിർത്താൻ പറ്റുന്നില്ല ആക്ച്വലി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പ്. അങ്ങനെ തന്നെ പറഞ്ഞു, ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കണ്ടിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം വണ്ടി എടുത്തോ, ബാഗ് പാക്ക് ചെയ്തോ പോരെ. ഈ സ്റ്റേ നിങ്ങൾക്ക് വേർത്തായിരിക്കും. ഊട്ടിയിൽ നിങ്ങൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾക്കൊരു വേറിട്ടൊരു അനുഭവമായിരിക്കും, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടിപ്പാ അவ்வளோ ബ്യൂട്ടിഫുൾ ദാ ഇൻ ദ പ്രോപ്പർട്ടി, ജസ്റ്റ് ലൈക്ക് ഹെവൻ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ പ്രോപ്പർട്ടിയിൽ ഒന്ന് താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം. അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരേക്കും ബൈ.